എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് നമ്മൾ 6ാം ക്ലാസ്സിലെ 6ാമത്തെ യൂണിറ്റായ കൃഷിയിൽ നിന്ന് വ്യവസായത്തിലേക്ക് എന്ന പാഠഭാഗത്തെക്കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് യൂണിറ്റിലേക്ക് കിടക്കാം. നമുക്ക് നോക്കാം. നമുക്ക് കൃഷിയുടെ ആരംഭത്തെക്കുറിച്ചും ഭക്ഷ്യശേഖരണത്തെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് നോക്കാം. ഭൂമി, മനുഷ്യാധ്വാനം എന്നീ ഘടകങ്ങളാണ് ആദ്യകാലത്ത് കാർഷികോൽപാദനത്തിനായി മനുഷ്യർ പ്രയോജനപ്പെടുത്തിയിരുന്നത്. ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതിനും ഭൂമി കൃഷിയോഗ്യമാക്കുന്നതിനും അക്കാലത്ത് കൂടുതൽ അധ്വാനം വേണ്ടി വന്നിരുന്നു. കാലക്രമേണ ഇരുമ്പിൽ നിർമ്മിച്ച മൂർച്ചയുള്ളതും ഉറപ്പുള്ളതുമായ ഉപകരണങ്ങൾ ഉപയോഗപ്പെടുത്തി കൂടുതൽ ഭൂപ്രദേശങ്ങൾ കൃഷിയോഗ്യമാക്കി. ഇത് ഭക്ഷ്യോൽപാദനം വർദ്ധിപ്പിക്കാൻ സഹായിച്ചു. വ്യാപാരത്തിൻ്റെ തുടക്കം. സ്കൂളിലെ സാമൂഹ്യശാസ്ത്ര ലാബിൽ പ്രദർശിപ്പിച്ചിട്ടുള്ള മനുഷ്യ പുരോഗതിയുമായി ബന്ധപ്പെട്ട ചിത്രങ്ങൾ നിരീക്ഷിക്കുകയാണ് നിഷാൻ. അപ്പോൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആയുധങ്ങളുടെയും ഉപകരണങ്ങളുടെയും നിർമ്മാണം, കൃഷിയുടെ വ്യാപനം, അങ്ങനെ അതൊക്കെ നോക്കി നിൽക്കുകയാണ് നിഷാൻ. ഇനി അടുത്ത പേജിലേക്ക് കിടക്കാം. നമുക്ക് കൃഷി വ്യാപകമായതോടെ ഉൽപാദനം വർദ്ധിക്കുകയും അത് മിച്ചോൽപാദനത്തിന് വഴിതെളിക്കുകയും ചെയ്തു. അധികം വന്ന ഭക്ഷ്യവസ്തുക്കൾ മനുഷ്യർ ഭാവിയിലെ ഉപയോഗത്തിനായി സൂക്ഷിച്ചു വെച്ചു. കാലക്രമേണ ഭക്ഷ്യവസ്തുക്കൾ സംഭരിക്കുക മാത്രമല്ല ആവശ്യക്കാർക്ക് കൈമാറുകയും ചെയ്തിരുന്നു. എന്താ, കൃഷി വ്യാപകമായപ്പോൾ ഉൽപാദനം കൂടിയപ്പോൾ എന്ത് ചെയ്തു, ബാക്കിയുള്ളത് അവർ സൂക്ഷിച്ച് വയ്ക്കാൻ തുടങ്ങി. ഇനി പിന്നത്തെ വർഷം എടുക്കാനുള്ള രീതിയിൽ സംഭരിച്ചു വെച്ചു. പിന്നെ അത് ആവശ്യക്കാർക്ക് കൈമാറുകയും ചെയ്തിരുന്നു. സാധനങ്ങൾക്ക് പകരം സാധനങ്ങൾ പരസ്പരം കൈമാറിയിരുന്ന സമ്പ്രദായം ഏതു പേരിലാണ് അറിയപ്പെട്ടിരുന്നത്? അങ്ങനെ സമ്പ്രദായം അറിയപ്പെടുന്ന പേരാണ് ബാർട്ടർ സമ്പ്രദായം. ഇനി ആദ്യകാലത്ത് പ്രാദേശികമായി മാത്രമാണ് ഇത്തരം കൈമാറ്റം നിലനിന്നിരുന്നത്. പിന്നെ തുടർന്ന് ദേശങ്ങൾ കടന്നും ഈ കൈമാറ്റം വ്യാപിച്ചു. ക്രമേണ സാധന കൈമാറ്റത്തിനായി ചെമ്പിലും വെള്ളിയിലും സ്വർണത്തിലും നിർമ്മിച്ച നാണയങ്ങൾ വിനിമയ മാധ്യമമായി ഉപയോഗിച്ചു തുടങ്ങി. കരകൗശല വസ്തുക്കൾ, തുണിത്തരങ്ങൾ, സുഗന്ധവ്യഞ്ജനങ്ങൾ എന്നിവയായിരുന്നു ആഭ്യന്തര വ്യാപാരത്തിലെ പ്രധാന വസ്തുക്കൾ. സാധനങ്ങളുടെ കൈമാറ്റം പിൽക്കാലത്ത് വിദൂര ദേശങ്ങൾ തമ്മിലും ആരംഭിച്ചു. വിദേശ വ്യാപാരം പുതിയ വ്യാപാര പാതകൾ രൂപപ്പെടുന്നതിന് വഴിയൊരുക്കി. ഏഷ്യ ഭൂഖണ്ഡത്തിലെ കിഴക്കും പടിഞ്ഞാറും തമ്മിലും ഏഷ്യ, യൂറോപ്പ്, ആഫ്രിക്ക എന്നിവ തമ്മിലുമുള്ള വാണിജ്യബന്ധം നിലനിർത്തിയിരുന്ന പട്ടുപാത ഇത് ഉദാഹരണമാണ്. ഇങ്ങനെ മിച്ചോൽപാദനം, കൃഷിയുടെ വ്യാപനം, മിച്ചോൽപാദനം, പിന്നെ ഉൽപ്പന്ന സംഭരണം, ഉൽപ്പന്ന കൈമാറ്റം, ചന്തകൾ, അങ്ങാടികൾ, കച്ചവട കേന്ദ്രങ്ങൾ, നഗരങ്ങൾ. ഇനി സാധനങ്ങൾ വ്യാപാരം എന്ന് പറയുന്നത് പൈസ കൊടുത്തിട്ട് സാധനങ്ങളും സേവനങ്ങളും ചെയ്യുന്നതിന് അങ്ങനെ പറയുന്ന പേരാണ് വ്യാപാരം. സാമ്പത്തിക പ്രവർത്തനങ്ങൾ. കൃഷിയിൽ നിന്നും വ്യാപാരത്തിലേക്കുള്ള വളർച്ച നമ്മൾ ചർച്ച ചെയ്തല്ലോ. കൃഷിയും വ്യാപാരവുമായി ബന്ധപ്പെട്ട് നടന്ന പ്രവർത്തനങ്ങൾ പിൽക്കാലത്ത് വരുമാനം ലക്ഷ്യം വച്ചുള്ളവയായി മാറി. ഇനി കൗടില്യൻ പറയുന്നത് നോക്കാം. കൗടില്യൻ്റെ അർത്ഥശാസ്ത്രം അതിൽ പറയുന്നതാണ്, അഭിവൃദ്ധിയുടെ മൂലകാരണം സാമ്പത്തിക പ്രവർത്തനങ്ങളാണ്. അതിൻ്റെ അഭാവം ഗുരുതരമായ ദുരിതം കൊണ്ടുവരുന്നു. ഫലവത്തായ സാമ്പത്തിക പ്രവർത്തനങ്ങളുടെ അഭാവം നിലവിലെ അഭിവൃദ്ധിയെയും ഭാവിയിലെ വളർച്ചയെയും അപകടപ്പെടുത്തുന്നു. കൗടില്യൻ പറഞ്ഞതാണ് കേട്ടോ. ചന്ദ്രഗുപ്ത മൗര്യൻ്റെ മന്ത്രിയായിരുന്ന കൗടില്യൻ്റെ വാക്കുകൾ ശ്രദ്ധിച്ചല്ലോ. ഏതൊരു സമൂഹത്തിൻ്റെയും പുരോഗതി നിർണ്ണയിക്കുന്നത് സാമ്പത്തിക പ്രവർത്തനങ്ങളാണെന്നാണ് കൗടില്യൻ സൂചിപ്പിക്കുന്നത്. എന്താണ് സാമ്പത്തിക പ്രവർത്തനങ്ങൾ? വരുമാനം ലഭ്യമാകുന്ന പ്രവർത്തനങ്ങളാണ് സാമ്പത്തിക പ്രവർത്തനങ്ങൾ. സാമ്പത്തിക പ്രവർത്തനങ്ങൾ സാധ്യമാകുന്നത് ഉൽപാദനം എന്ന പ്രക്രിയയിലൂടെയാണ്. വരുമാനം ലഭ്യമാകുന്ന പ്രവർത്തനങ്ങളാണ് സാമ്പത്തിക പ്രവർത്തനങ്ങൾ. സാമ്പത്തിക പ്രവർത്തനങ്ങൾ സാധ്യമാകുന്നത് ഉൽപാദനം എന്ന പ്രക്രിയയിലൂടെയാണ്. ചിത്രങ്ങൾ നിരീക്ഷിക്കൂ. നമ്മുടെ പ്രിയപ്പെട്ട പാനീയങ്ങളിലൊന്നാണല്ലോ ചായ. ചായ ഉണ്ടാക്കുന്നതിന് തേയില ആവശ്യമാണ്. തേയില എങ്ങനെയാണ് നമ്മുടെ വീടുകളിൽ എത്തുന്നത്? തേയില ചെടികളിൽ നിന്ന് ഇലകൾ നുള്ളിയെടുക്കുന്നു. അവ ഫാക്ടറിയിൽ എത്തിച്ച് സംസ്കരിച്ച് തേയില പൊടിയാക്കി മാറ്റുന്നു.
ഈ തേയിലപ്പൊടി കവറുകളിലാക്കി വാഹനങ്ങളിൽ നമ്മുടെ വീടിന് സമീപത്തുള്ള കടകളിലേക്ക് എത്തിക്കുന്നു. തേയിലത്തോട്ടങ്ങളിൽ നിന്ന് തേയില നമ്മുടെ കൈകളിൽ എത്തുന്നത് വരെയുള്ള സാമ്പത്തിക പ്രവർത്തനങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്തത്. ഇത്തരം സാമ്പത്തിക പ്രവർത്തനങ്ങളെ അവയുടെ പൊതു സ്വഭാവമനുസരിച്ച് 3 മേഖലകളായി തിരിക്കാം. സാമ്പത്തിക മേഖലയെ നമുക്ക് 3ആയിട്ട് തരംതിരിക്കാം. പ്രാഥമിക മേഖല, ദ്വിതീയ മേഖല, തൃതീയ മേഖല. പ്രാഥമിക മേഖല എന്താണെന്ന് നോക്കാം. പ്രാഥമിക മേഖല പ്രകൃതി വിഭവങ്ങൾ നേരിട്ട് ഉപയോഗപ്പെടുത്തി നടത്തുന്ന പ്രവർത്തനങ്ങൾ ഉൾപ്പെടുന്ന മേഖലയാണ് പ്രാഥമിക മേഖല. കൃഷിക്ക് പ്രാധാന്യമുള്ളത് കൊണ്ട് ഈ മേഖല കാർഷിക മേഖല എന്നും അറിയപ്പെടുന്നു. പ്രാഥമിക മേഖലയിൽ കൂടുതൽ കൃഷിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായതുകൊണ്ട് കാർഷിക മേഖല എന്നും അറിയപ്പെടുന്നു. ഉദാഹരണമായിട്ട് കൃഷി, വനപരിപാലനം, ഖനനം, മത്സ്യബന്ധനം തുടങ്ങിയവ. ഇനി അടുത്ത ദ്വിതീയ മേഖല. പ്രാഥമിക മേഖലയിൽ നിന്നുള്ള അസംസ്കൃത വസ്തുക്കൾ ഉപയോഗിച്ച് പുതിയ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്ന പ്രവർത്തനങ്ങൾ നടക്കുന്ന മേഖലയാണ് ദ്വിതീയ മേഖല. വ്യവസായത്തിന് പ്രാധാന്യമുള്ള ഈ മേഖലയെ വ്യാവസായിക മേഖല എന്നും വിളിക്കുന്നു. ഉദാഹരണമായിട്ട് വൈദ്യുതി ഉൽപാദനം, ടെക്സ്റ്റൈൽസ്, വ്യവസായം, കെട്ടിട നിർമ്മാണം തുടങ്ങിയവ. ഇനി തൃതീയ മേഖല. പ്രാഥമിക, ദ്വിതീയ മേഖലകളിലെ സാമ്പത്തിക പ്രവർത്തനങ്ങൾക്ക് പിന്തുണ പ്രദാനം ചെയ്യുന്ന മേഖലയാണ് തൃതീയ മേഖല. പ്രാഥമിക, ദ്വിതീയ മേഖലകളിലെ ഉൽപ്പന്നങ്ങൾ സംഭരിക്കുന്നതിനും വിതരണം ചെയ്യുന്നതിനുമൊപ്പം വിവിധ സേവന പ്രവർത്തനങ്ങളും ഈ മേഖലയിൽ ഉൾപ്പെടുന്നു. അതിനാൽ ഈ മേഖല സേവന മേഖല എന്നറിയപ്പെടും. ഉദാഹരണം ബാങ്കിങ്, ആരോഗ്യരംഗം, വാർത്താവിനിമയം തുടങ്ങിയവ. ഈ 3 മേഖലകളിൽ നടക്കുന്ന സാമ്പത്തിക പ്രവർത്തനങ്ങളാണ് ഒരു രാജ്യത്തെ പുരോഗതിയിലേക്ക് നയിക്കുന്നത്. ഖനനം, മത്സ്യബന്ധനം, ആരോഗ്യരംഗം, വ്യവസായം, കെട്ടിട നിർമ്മാണം, കൃഷി, വൈദ്യുതി ഉൽപാദനം, വാർത്താവിനിമയം, ബാങ്കിങ്. ഖനനം, മത്സ്യബന്ധനം, ആരോഗ്യം, വ്യവസായം, കെട്ടിട നിർമ്മാണം, കൃഷി, വൈദ്യുതി ഉൽപാദനം, വാർത്താവിനിമയം, ബാങ്കിങ് തുടങ്ങിയവയാണ് ഈ 3 മേഖലയിൽ നടക്കുന്ന സാമ്പത്തിക പ്രവർത്തനങ്ങളാണ് ഇവയൊക്കെ. വ്യവസായങ്ങളുടെ വളർച്ച. ഒരു ആത്മകഥ. മഴ നനഞ്ഞ മഞ്ഞണിഞ്ഞ വെയിലേറ്റ മലഞ്ചെരുവിൽ നിന്ന് റബ്ബർ മരത്തിലെ പാലായിട്ടാണ് ഞാൻ ആദ്യം രൂപപ്പെട്ടത്. എന്നെ ശേഖരിച്ച ആസിഡ് കലർത്തി ഷീറ്റ് രൂപത്തിലാക്കി. ഉണക്കിയെടുത്ത ഷീറ്റ് വൽക്കനൈസേഷൻ പ്രക്രിയയിലൂടെ കട്ടിയുള്ളതാക്കി. ചെരുപ്പിൻ്റെ കനമുള്ള അച്ചുപയോഗിച്ചമർത്തിയപ്പോൾ ഞാൻ കൂടുതൽ ബലമുള്ളതായി. ചുറ്റികയുടെ നാദവും തുകലിൻ്റെ റബ്ബർ ഷീറ്റിൻ്റെയും ഗന്ധവുമുള്ള തൊഴിൽശാലയിൽ വെച്ച് ഞാൻ ചെരുപ്പ് രൂപത്തിലായി. എന്നെ കൂടുതൽ മോടി വരുത്തി വിപണിയിലേക്ക് കയറ്റിവിട്ടു. വിപണിയിൽ വെച്ചാണ് ഞാൻ മനുഷ്യരുമായി ചങ്ങാത്തം കൂടിയത്. പലപ്പോഴും പലരുടെയും ജീവിതയാത്രയുടെ ഭാഗമായി നഗരങ്ങളിലെ തിരക്കേറിയ തെരുവുകളിൽ, ശാന്തമായ നഗരങ്ങളിൽ, മലമ്പാതകളിൽ, തൊഴിൽശാലകളിലെല്ലാം എൻ്റെ ഉടമയുടെ പാദവും പേറി ഞാൻ സഞ്ചരിച്ചു. ഒരു ചെരുപ്പിൻ്റെ എന്നല്ല, ഒരു റബ്ബറിൻ്റെ ഒരു ആത്മകഥയാണ് ഈ പറയുന്നത്. റബ്ബറിൻ്റെ രൂപത്തിലായിരുന്നു, പിന്നെ അത് ചെരുപ്പ് രൂപത്തിലാക്കി. ചെരുപ്പ് പിന്നെ എല്ലാവരും കാലമുണ്ടായിരുന്ന പല ജീവിത സാഹചര്യങ്ങളിലൂടെയാണല്ലോ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ചെരുപ്പിൻ്റെ ആത്മകഥയാണ് ഈ പറയുന്നത്. വ്യവസായങ്ങളുടെ വളർച്ച. ആദ്യകാലത്ത് ഭക്ഷ്യവസ്തുക്കളാണ് കൂടുതലായി കൃഷി ചെയ്തിരുന്നത്. കാലക്രമേണ വ്യവസായ വളർച്ചയ്ക്ക് ആവശ്യമായ അസംസ്കൃത വസ്തുക്കൾ കൃഷി ചെയ്യാൻ തുടങ്ങി. ഇത് പരുത്തി, ചണം തുടങ്ങിയ കാർഷിക വിളകളുടെ വ്യാപനത്തിന് കാരണമായി. പ്രകൃതി വിഭവങ്ങളും കാർഷിക മേഖലയിൽ നിന്ന് സംഭരിച്ച അസംസ്കൃത വസ്തുക്കളും ഉപയോഗിച്ച് വ്യവസായ മേഖല വളർന്നു. ഇതിൽ ഒരു ചിത്രത്തിൽ കൊടുത്തിട്ടുണ്ട് മുള, പിന്നെ അത് പേപ്പർ റോളായി, പിന്നെ അത് നോട്ട് ബുക്കായി മാറി. പിന്നെ നോക്കിയാൽ റബ്ബർ പാല്, റബ്ബർ ഷീറ്റ്, പിന്നെ ടയർ. അത് റബ്ബർ പാലാക്കി, പിന്നെ റബ്ബർ ഷീറ്റാക്കി മാറ്റി, പിന്നെ അത് ടയർ ഉൽപ്പന്നമാക്കി. കാർഷിക മേഖലയും വ്യവസായ മേഖലയും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചിത്രങ്ങളിൽ നിന്ന് തിരിച്ചറിഞ്ഞല്ലോ. അതുപോലെ പ്രാഥമിക, ദ്വിതീയ മേഖലകൾക്ക് ആവശ്യമായ സേവനങ്ങൾ പ്രദാനം ചെയ്യുന്നത് തൃതീയ മേഖല ആയതിനാൽ ഈ 3 മേഖലകളും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു. 3 മേഖലകളിലും നടക്കുന്ന സാമ്പത്തിക പ്രവർത്തനങ്ങളുടെ ഫലമായിട്ടാണ് ഉൽപാദനം സാധ്യമാകുന്നത്. ഉൽപാദനവും ഉൽപാദന ഘടകങ്ങളും.
ജനങ്ങൾക്കാവശ്യമായ സാധനങ്ങളും സേവനങ്ങളും നിർമ്മിക്കുന്ന പ്രക്രിയയാണ് ഉൽപ്പാദനം. നിരവധി ഘടകങ്ങളുടെ പ്രവർത്തന ഫലമായാണ് ഉൽപ്പാദനം നടക്കുന്നത്. ഉൽപ്പാദനത്തിന് സഹായിക്കുന്ന വിവിധ ഘടകങ്ങളെ ഉൽപ്പാദന ഘടകങ്ങൾ എന്ന് വിളിക്കുന്നു. ഭൂമി, തൊഴിൽ, മൂലധനം, സംഘാടനം എന്നിവയാണ് ഉൽപ്പാദന ഘടകങ്ങൾ. ഇവ ഓരോന്നും വിശദമായി പരിചയപ്പെടാം. ഭൂമി: ജലം, വായു, സൂര്യപ്രകാശം, മണ്ണ്, ഖനനം ചെയ്ത ധാതുക്കൾ തുടങ്ങിയവയാണ് ഉൽപ്പാദന പ്രക്രിയയിൽ ഭൂമി എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഭൂമിയുടെ ഉപരിതലം, ഭൗമാന്തരീക്ഷം, ഭൂമിയുടെ അന്തർഭാഗം എന്നിവിടങ്ങളിലെ പ്രകൃതി വിഭവങ്ങളാണ് ഉൽപ്പാദനത്തിനായി ഉപയോഗപ്പെടുത്തുന്നത്. കൽക്കരി, ജലം, പാറ, മണ്ണ്, വനവിഭവം, കാറ്റ്. തൊഴിൽ: ഉൽപ്പാദന പ്രക്രിയയിൽ തൊഴിലാളികൾ അധ്വാനശേഷി ഉപയോഗിക്കുന്നതിനെയാണ് തൊഴിൽ എന്ന് പറയുന്നത്. കായികവും ബുദ്ധിപരവുമായ ശേഷി ഉപയോഗിച്ച് തൊഴിലാളികൾ ഉൽപ്പാദന പ്രക്രിയയിലൂടെ ഭാഗമാകുന്നു. പ്രതിഫലം ലഭിക്കുന്ന തൊഴിൽ ചെയ്യുന്നവരെയാണ് തൊഴിലാളികളായിട്ട് പരിഗണിക്കുന്നത്. ഇനി മൂലധനം എന്താണെന്ന് നോക്കാം. ഏതൊരു ഉൽപ്പന്നത്തിനും ഉൽപ്പാദന പ്രക്രിയയ്ക്ക് മൂലധനം ആവശ്യമാണ്. സാധനങ്ങളും സേവനങ്ങളും ഉൽപ്പാദിപ്പിക്കുന്നതിന് ഉപയോഗിക്കുന്ന സമ്പത്തിനെയും വിഭവങ്ങളെയുമാണ് മൂലധനം എന്നതുകൊണ്ട് അർത്ഥമാകുന്നത്. ഫാക്ടറി, കെട്ടിടങ്ങൾ, യന്ത്രങ്ങൾ, അസംസ്കൃത വസ്തുക്കൾ, വാഹനങ്ങൾ, കമ്പ്യൂട്ടറുകൾ, തൊഴിലാളികൾക്കുള്ള വേതനം എന്നിവയെല്ലാം മൂലധനത്തിൻ്റെ ഭാഗമാണ്. സംഘാടനം: ഉൽപ്പാദന ഘടകങ്ങളായ ഭൂമി, തൊഴിൽ, മൂലധനം എന്നിവയെ കൂട്ടിയോജിപ്പിക്കലാണ് സംഘാടനം. ഇതിനായി പ്രവർത്തിക്കുന്നവർ സംഘാടകർ അല്ലെങ്കിൽ സംരംഭകർ എന്നറിയപ്പെടുന്നു. ഒരു പുതിയ ബിസിനസ് ആശയം രൂപപ്പെടുത്തുക, അതിനാവശ്യമായ മൂലധനം സമാഹരിക്കുക, ആ ആശയം പ്രാവർത്തികമാക്കുക എന്നിവ സംഘാടനത്തിൻ്റെ ഭാഗമാണ്. ഇനി മൂലധനം പലവിധമുണ്ട്. സാമ്പത്തിക മൂലധനം, മനുഷ്യ മൂലധനം, ഭൗതിക മൂലധനം, പ്രകൃതി മൂലധനം എന്നിങ്ങനെ മൂലധനം പലവിധമുണ്ട്. ഉൽപ്പാദന ഘടകങ്ങൾ: പ്രതിഫലം, ഭൂമി, പാട്ടം, തൊഴിൽ, കൂലി, മൂലധനം, പലിശ, സംഘാടനം, ലാഭം. ഉൽപ്പാദകരിൽ നിന്ന് ഉപഭോക്താവിലേക്ക്. ചിത്രം നിരീക്ഷിച്ചിട്ട് എനിക്ക് കുറച്ച് സാധനങ്ങൾ വേണം. ചാർട്ട്, പേപ്പർ, റിബൺ, സ്കെയിൽ, സ്കെച്ച് പെൻ. മനുഷ്യൻ്റെ ആവശ്യങ്ങൾ സാധിക്കുന്നതിനായി സാധനങ്ങളും സേവനങ്ങളും വാങ്ങി ഉപയോഗപ്പെടുത്തുന്നതാണ് ഉപഭോഗം. വില കൊടുത്തോ വില കൊടുക്കാം എന്ന കരാറിലോ ഏതെങ്കിലും സാധനമോ സേവനമോ വാങ്ങി ഉപയോഗപ്പെടുത്തുന്ന വ്യക്തിയാണ് ഉപഭോക്താവ്. നമ്മുടെ പരിസരം സന്ദർശിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആൾ ഉപഭോക്താവാണ്. ഉപഭോക്താവ് നമ്മെ ആശ്രയിക്കുകയല്ല, നാം അദ്ദേഹത്തെ ആശ്രയിക്കുകയാണ്. ആ വ്യക്തി നമ്മുടെ ജോലിക്ക് ഒരു തടസ്സമല്ല, അതിൻ്റെ ലക്ഷ്യമാണ്. നമ്മുടെ ഇടപാടിൽ അന്യനും അല്ല, ഇടപാടിൻ്റെ ഭാഗമാണ്. ആ വ്യക്തിക്ക് സേവനം നൽകുന്നത് വഴി നമ്മൾ ഔദാര്യം ചെയ്തു കൊടുക്കുകയല്ല ചെയ്യുന്നത്. സേവിക്കാനുള്ള അവസരം ഒരുക്കി കൊടുക്കുന്നത് വഴി നമുക്കൊരു ഔദാര്യം ചെയ്തു തരികയാണ് എന്ന് പറഞ്ഞതായിരുന്നു ഗാന്ധിജിയാണ് അങ്ങനെ പറഞ്ഞത്. സാധനങ്ങൾ വാങ്ങുമ്പോഴും സേവനങ്ങൾ ഉപയോഗപ്പെടുത്തുമ്പോഴും ഉപഭോക്താവ് എന്ന നിലയിൽ എന്തൊക്കെ അവകാശങ്ങളാണ് നമുക്ക് കിട്ടേണ്ടത്? ഗുണമേന്മ, വിശ്വാസ്യത, വിൽപ്പനാനന്തര സേവനം, അളവിലും തൂക്കത്തിലും കൃത്യത. അപ്പോൾ ഈ യൂണിറ്റ് കഴിഞ്ഞിരിക്കുകയാണ്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും ഓരോ ക്ലാസ്സിൻ്റെയും വീഡിയോസ് ഇടുന്നതാണ്.